ഐതിഹ്യമാല അധ്യായം 38. 2 മഹാരാജാക്കന്മാരുടെ സ്വഭാവ വ്യത്യാസം. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് മിത്രാനന്തപുരം ക്ഷേത്രത്തിലേക്കുള്ള വഴിയുടെ 2 വശങ്ങളിലും മുൻകാലങ്ങളിൽ നമ്പൂരിമാരുടെ മഠങ്ങൾ ഉണ്ടായിരുന്നു. ആ മഠങ്ങളിൽ ഓണന്തുരുത്ത്, കുമാരനെല്ലൂർ, കിടങ്ങൂർ, കാടമുറി മുതലായവ ഗ്രാമങ്ങളിൽ നിന്നും തിരുവനന്തപുരത്ത് മണ്ഡപത്തിൽ ജപം, ഈശ്വരസേവ, പള്ളിത്തേവാരം മുതലായവ നടത്തുന്നതിനായി ചെന്ന് താമസിക്കുന്ന നമ്പൂരിമാരാണ് പാർത്തു വന്നിരുന്നത്. അവർ 2 വശത്തുമുള്ള മഠങ്ങളിലിരുന്ന് വെറ്റില മുറുക്കുകയാൽ വഴിയിലേക്കാണ് തുപ്പുക പതിവ്. അതുകൊണ്ട് മിത്രാനന്തപുരം ക്ഷേത്രത്തിൽ ദർശനത്തിനായും മറ്റും പോകുന്നവർക്ക് അതിലെ ശുദ്ധമായിട്ട് നടക്കുവാൻ പ്രയാസമായിരുന്നു. ആ പ്രയാസം കോവിൽ എഴുന്നള്ളത്ത് സമയത്ത് മഹാരാജാക്കന്മാർക്കും ഉണ്ടാകാതിരുന്നില്ല. എങ്കിലും നമ്പൂരിമാരെ കുറിച്ചുള്ള ഭക്തി ആദര ബഹുമാനങ്ങൾ നിമിത്തം ആരുമൊന്നും പറയാറുമില്ല. 1036 ആണ്ട് നാട് നീങ്ങിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഇളങ്കൂറായിരിക്കുന്ന കാലത്തൊരു ദിവസം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എഴുന്നള്ളി ദർശനം കഴിച്ചതിന്റെ ശേഷം മിത്രാനന്തപുരത്തേക്കായി എഴുന്നള്ളി. മേൽപ്പറഞ്ഞ വഴിയുടെ സമീപത്തായപ്പോൾ വഴിയെല്ലാം തുപ്പൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അടിച്ചു തളിക്കാരെ വരുത്തി ആ വഴിയെല്ലാം വെടിപ്പാക്കി അടിച്ചു തളിപ്പിക്കുകയും മേലാൽ ഇവിടെ ആരും തുപ്പാതിരിക്കുന്നതിന് വേണ്ടി ആ വഴിയുടെ 2 പാർശ്വങ്ങളിലും നിറച്ച് തുളസി നടുവിക്കുകയും തുളസിക്ക് ദിവസം തോറും വെള്ളമൊഴിച്ച് അതിനെ രക്ഷിക്കുന്നതിനും പ്രത്യേകം ഒരു ശമ്പളക്കാരനെ കൽപ്പിച്ച് നിയമിക്കുകയും ചെയ്തിട്ട് കോവിൽ എഴുന്നള്ളത്ത് കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അന്ന് നാടുവാണിരുന്ന, അതായത് 1022 ആണ്ട് നാട് നീങ്ങിയ സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുമനസിലെ കോവിലിൽ എഴുന്നള്ളത്തായി അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം കഴിച്ച് മിത്രാനന്തപുരം ക്ഷേത്രത്തിൽ ദർശനത്തിനായി എഴുന്നള്ളി മേൽപ്പറഞ്ഞ വഴിയിലൂടെ അടുക്കാറായപ്പോൾ അവിടെ നിറച്ച് തുളസി നട്ടിരിക്കുന്നതായും അതിന്മേലെല്ലാവരും തുപ്പിയിരിക്കുന്നതായും കണ്ടിട്ട് ഇവിടെയൊക്കെ തുളസി നട്ടതാരാണ് എന്ന് കൽപ്പിച്ച് ചോദിക്കുകയും ഇവിടെ ആരും തുപ്പാതിരിക്കാനായിട്ട് ഇളയ തമ്പുരാൻ തിരുമനസ് കൊണ്ട് കൽപ്പിച്ച് നടിയിച്ചതാണ് എന്ന് എഴുന്നള്ളത്തുകൂടി ഉണ്ടായിരുന്നവർ അറിയിക്കുകയും ചെയ്തു. അത് കേട്ടിട്ട് മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അപ്പന്, അതായത് തിരുവിതാംകൂർ മഹാരാജ കുടുംബത്തിലെ പ്രായം കൂടിയവർ പ്രായം കുറഞ്ഞവരെ വാത്സല്യ സൂചകമായി അപ്പൻ എന്നാണ് പറയുക. അപ്പന് ഇത്ര ശുദ്ധഗതി ഉണ്ടല്ലോ, ഇക്കാലത്തുള്ളവരോട് ഈ വിദ്യയൊന്നും പറ്റുകയില്ല. ഇത് കലിയുഗമാണ്. ഇപ്പോഴുള്ള ബ്രാഹ്മണർക്ക് തുളസിയിന്മേൽ തുപ്പരുതെന്നും മറ്റുമുള്ള വിചാരക്കൂടിയില്ല. ഇതാ ഇതിന്മേലേക്ക് നിറച്ച് തുപ്പിയിരിക്കുന്നത് കണ്ടില്ലേ? ആട്ടെ, ഇതിന് ഞാനൊരു കൗശലം പ്രയോഗിച്ച് നോക്കാം. ഇത്രയും കൽപ്പിച്ച തുളസിയെല്ലാം അവിടെ നിന്നും പറപ്പിച്ച് മാറ്റുകയും ഒരു കയ്യാമം വരുത്തി അവിടെ കൽപ്പിച്ച് സ്ഥാപിക്കുകയും ചെയ്തു. അന്നു മുതൽ ആരെങ്കിലും ഈ വഴിയിൽ തുപ്പിയാൽ അവരെ പിടിച്ച് യാമത്തിൽ കെട്ടണം എന്ന് കൽപ്പിച്ചു. അവിടെ അതിനുവേണ്ടി ഒരു ശിപായിയെ നിയമിക്കുകയും ചെയ്തു. അന്നു മുതൽ ആ വഴിയിലേക്ക് ആരും തുപ്പാതെയുമായി. ജ്യേഷ്ഠാനുജന്മാരായിരുന്ന മഹാരാജാക്കന്മാരുടെ സ്വഭാവ വ്യത്യാസം ഇതിൽ നിന്ന് ഗ്രഹിക്കാമല്ലോ. ഇതോടുകൂടി ഐതിഹ്യമാല ഈ അധ്യായം അവസാനിച്ചിരിക്കുന്നു. അടുത്ത അധ്യായം കൊച്ചു നമ്പൂരിയാണ്. തുടരും.